ഈദ് മീലാദ് ബിദ്അത്ത് ഹേ, ഈദേൻ ദോ ഹേ. ഞാനിങ്ങനെ കാത്തിക്കുന്നു വല്ല ഉറുദൊക്കെ വായിച്ചപ്പോ ഞാൻ ആയിക്കോട്ടെ ഇപ്പൊ വായിക്കും ഇതാ സ്വഹാബികൾ ആഘോഷിച്ചു. ഇവിടെ ഒരുപാട് സമയമായി വിഷയാവതരണം മുതൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്, ഉബൈദിയാക്കൾ കൊണ്ടുവന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഈ വാദം മൗലിദാഘോഷത്തിനെതിരെയുള്ള വിമർശനം അത് കൊണ്ടുവന്നത് ഖാദിയാനികളാണ്. ഖാദിയാനികളുടെ നേതാവ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഫർമായ, കേൾക്കണം നിങ്ങൾ, ईद मीलाद बिदअत है, ईदें दो है, इस तरह तो लोग नई नई इबादतें बनाते हैं. आन हजरत सल्लल्लाहु अलैहि वसल्लम के सबसे बड़े मुहिब तो सहाबा थे, उन्होंने कोई तीसरी ईद नहीं मनाई. ഇതേ വാദം ഉന്നയിച്ചിട്ടുള്ളത് അത് ഖാദിയാനികളാണ്. ഐസി ഈദ് നിക്കാൽനാ ജഹാലത്ത് കി ബാത് ഹൈ. ഈ വാദം ലോകത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഖാദിയാനികളാണ്. പിന്നെന്താ ഷിയാക്കളാണ് തുടങ്ങിയത്, ഖാദിയാനികൾ പറഞ്ഞാണെന്ന് ഓൽക്ക് വരെ മനസ്സിലായി ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാണില്ല. നിങ്ങൾ വൈദികള് ഞാൻ അൽ മുബാറക്ക് വായിച്ചില്ലേ, അൽ മുബാറക്കിന് വായിച്ചു. ഇത് സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന മേഖലയാണ് നബിദിനാഘോഷം. ഖാദിയാനി മാത്രമല്ല സമസ്തക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തോ തൊള്ള നാവ് പൊന്തുന്നില്ല പറയാൻ. അത് സമ്മതിച്ചാളി, അത് പറഞ്ഞാൽ പോലെ ഷിയാക്കൾ ഉണ്ടാക്കിയതിനാണ്, എന്നാലും കുഴപ്പമില്ല. കടന്താ ജാറുണ്ടാക്കി ഷിയാക്കൾ ആദ്യമായിട്ട് അതുങ്ങൾ സ്വീകരിച്ചില്ലേ, ജന്മദിനാഘോഷം ഷിയാക്കൾ ഉണ്ടാക്കി അതുങ്ങൾ സ്വീകരിച്ചില്ലേ. ലോകത്ത് ഒന്നാമത്തെ ജാറ ഏതാ നിങ്ങൾ പഠിച്ചു നോക്കാണ്, ഷിയാക്കൾ ഉണ്ടാക്കിയ ജാറമാണ്. സ്വഹാബി ജാറുണ്ടാക്കിയിട്ടില്ല, താബിഈങ്ങൾ ജാറുണ്ടാക്കിയിട്ടില്ല, മദ്ഹബിലെ ഇമാമുമാർ ജാറ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് ആദ്യമായി ജാറമുണ്ടാക്കിയത് ഷിയാക്കളാണ്. ഇറാഖിൽ ഹുസൈൻ ബിൻ അലിയുടെ പേര് ഷിയാക്കൾ ഉണ്ടാക്കിയ വ്യാജമായ ജാറം, അതാ ചരിത്രത്തിൽ ഒന്നാമത്തെ ജാറം 3-ാം നൂറ്റാണ്ടിൽ. അതിന് ശേഷം പിന്നെ ബാക്കി ജാറങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുങ്ങൾ സ്വീകരിച്ചില്ലേ. ജന്മദിനാഘോഷം ഷിയാക്കളാണ് തുടങ്ങിയത്. ഫാത്തിമയാക്കൾ അന്ന് 7 ആഘോഷം അല്ലെങ്കിൽ 6 ആഘോഷം കൊണ്ടുവന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അത് ബാക്കി ഇനിയും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നബിയെ എടുത്തിട്ടുള്ളൂ, ബാക്കി എടുക്കാൻ പറ്റിയ സാധനം കുറെ ഉണ്ട്. അത് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ അപ്രമാദിത്വം കൽപ്പിക്കൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. എന്തിനാണ് കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും ഒക്കെ ഒരു കാലത്ത് നമ്മുടെ ഉമ്മത്തങ്ങൾ നിങ്ങൾ പാടിപ്പിച്ചില്ലേ, അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ആർക്കറിയാത്തത്? ഇപ്പൊ അവസാനം കുണ്ടോട്ടി തങ്ങന്മാരെ പറ്റി ഷിയാണോ ഷിയ അല്ലേ എന്നല്ലേ സുന്നികൾക്കുള്ള തർക്കം. ഞങ്ങൾ പണ്ടേ പറഞ്ഞു അതൊക്കെ ഷിയായിസമാണ്. സഹോദരങ്ങളെ, ഇതും ഷിയായിസം തന്നെയാണ്. അത് ഖാദിയാനിക്ക് വരെ മനസ്സിലായി. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒന്നും തിരിയാത്തവര് വരെ തിരിഞ്ഞു എന്നാണല്ലോ. ഒന്നും തിരിയാത്ത ടീം ഖാദിയാനിയാണ്. നബിക്ക് ശേഷം വേറെ നബി ഉണ്ടെന്ന് ബഹ്റാനി ലോകത്ത് പറയും. അത്ര പോയത്തക്കാരാ ഖാദിയാനികൾ. ഓൽക്ക് വരെ മനസ്സിലായി ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ വായിച്ചു കാണ്ട് അത് ശരിയല്ല, നബി സാഹിബ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാധിക്കുക വിചാരിച്ചത്. ഞാൻ അതിങ്ങനെ കാത്തിക്കുന്നു വല്ല ഉറുദൊക്കെ വായിച്ചപ്പോ ഞാൻ ആയിക്കോട്ടെ ഇപ്പൊ വായിക്കും ഇതാ സ്വഹാബികൾ ആഘോഷിച്ചു, താബിഈങ്ങൾ ആഘോഷിച്ചു, തമിഴ് ആഘോഷിച്ചു, ഈ വാദം ശരിയല്ല എന്ന് വാദിക്കുന്ന ഞാൻ വിചാരിച്ച. അപ്പൊ അതൊന്നുമില്ല. എന്തിനാ അമീർ ഹുസൈൻ ഇങ്ങനെ കിടങ്ങാറാകുന്നത്? ഒന്നുകിലും ഹുദവിയല്ലേ